എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒട്ടും കുഴഞ്ഞു പോകാത്ത രീതിയിൽ റവ കൊണ്ട് ഉപ്പുമാവ് തയ്യാറാക്കുന്നതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. രാവിലെ ഉണ്ടാക്കിയ വൈകിട്ട് വരെ ഇതുപോലെ സോഫ്റ്റും പഞ്ഞിയുമായിട്ടിരിക്കുന്ന ഈ ഉപ്പുമാവ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാൻ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇത് റോസ്റ്റഡ് റവ തന്നെയാണ് കേട്ടോ. പക്ഷേ എന്നാലും ഞാനിതൊന്നുകൂടെ ആ കടായിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നല്ല പോലെ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. റവ റോസ്റ്റായിട്ട് വരുമ്പോൾ നല്ലൊരു മണം വരും, ഒരു സ്മെല്ല്. അതുവരെ നമ്മൾ റോസ്റ്റ് ചെയ്തിട്ട് നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു കടായിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കശുവണ്ടി റോസ്റ്റ് ചെയ്യുന്നുണ്ട്. കശുവണ്ടി കൂടെ ഇടുമ്പോൾ ആ ഉപ്പുമാവിന് കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് കിട്ടും, അതുകൊണ്ടാണ്. ഇനി ഞാൻ ഈ കശുവണ്ടി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കപ്പലണ്ടി എൻ്റെ കയ്യിലുണ്ടായിരുന്നേ, നിലക്കടല. അതുകൂടെ ഞാൻ ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കപ്പലണ്ടി നിർബന്ധമൊന്നുമില്ല, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. ഇനി നമുക്ക് അതേ എണ്ണയിലേക്ക് തന്നെ ആദ്യം കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. കടുകൊന്ന് പെട്ടെന്ന് പൊട്ടി വരുമല്ലോ, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉഴുന്നുപരിപ്പ് എന്തായാലും നിങ്ങൾ ഇട്ട് കൊടുക്കണം കേട്ടോ. അതിൻ്റെ ഒരു സ്മെല്ല് ഉപ്പുമാവിന് വേറെ തന്നെ ഒരു ഫ്ലേവർ കൊടുക്കും. പിന്നെ എൻ്റെ കയ്യിലുണ്ടായതുകൊണ്ടാണ് ഞാൻ കുറച്ച് കടലപ്പരിപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പരിപ്പുകളൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് ആ എണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കണം, അല്ലാതെ കരിഞ്ഞു പോകണ്ട. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആദ്യം ഞാൻ ഇഞ്ചിയാണ്, പൊടിയായിട്ട് അരിഞ്ഞെടുത്ത ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് റവയ്ക്കാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂടെ ഞാൻ അധികം എരിവില്ലാത്ത 2 ചെറിയ പച്ചമുളകാണ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ആ ഇഞ്ചിയും പച്ചമുളകും ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ ഞാൻ കുറച്ച് ക്യാരറ്റ്, അത് ഞാൻ ചോപ്പറിലിട്ടിട്ടാണ് ക്യാരറ്റ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അത് വളരെ ചെറുതായിട്ട് തന്നെയാണ്, കാരണം ഇതുകൂടെ നമുക്ക് ആ എണ്ണയിലിട്ടൊന്ന് വഴറ്റി വേവിച്ചെടുക്കണം. അപ്പോൾ അതിനാണ് ചെറുതായിട്ട് ഞാൻ ഇട്ടിട്ടുള്ളത്. പിന്നെ വലിയ വലിയ കഷ്ണങ്ങളാണെങ്കിൽ തിന്നാനൊരു ടേസ്റ്റ് കാണത്തില്ല. ഇനി ഞാൻ ചേർത്ത് കൊടുത്തത് സവാള. സാധാരണ നമ്മൾ ഉപ്പുമാവിന് ചേർക്കുന്ന പോലെ തന്നെ സവാളയും കുറച്ച് പൊടിയായിട്ട് അരിഞ്ഞിട്ട്, ഏകദേശം ക്യാരറ്റും സവാളയും ഒരേ ഒരു വലുപ്പത്തിലാണ് ഞാൻ ചോപ്പറിൽ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് പെട്ടെന്നൊന്ന് വഴന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് ഇനി ഒന്ന് ആ എണ്ണയിൽ എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഇനി ഇത് ഒന്ന് മൂടി വെച്ച് ഒന്ന് ആവി കയറ്റി എടുക്കണം. എന്നാലേ അത് ഒന്ന് പെട്ടെന്ന് വെന്ത് വരത്തുള്ളൂ. ക്യാരറ്റ് വേവാൻ കുറച്ചൊരു സമയം എടുക്കുമല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഒന്ന് എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റുക. അതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ കുറച്ച് കറിവേപ്പില ഈ സമയത്ത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് മൂടി വയ്ക്കാം. മൂടി വയ്ക്കുമ്പോൾ ആവി അതിൽ തന്നെ നിന്നിട്ട് പെട്ടെന്ന് ആ സവാളയും ആ ക്യാരറ്റും ഒന്ന് വെന്ത് ഒന്ന് സോഫ്റ്റായിട്ട് വരും. ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കശുവണ്ടി കപ്പലണ്ടി ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള റവയുണ്ടല്ലോ, 1 കപ്പ് റവ, അതുകൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി എല്ലാം കൂടെ നല്ല പോലെ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ റെസിപ്പി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാൻ മറന്നു പോകരുത്. പലരും വീഡിയോ കാണും, പക്ഷേ ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. ഇനി നമുക്ക് ആ റവ ആ വെജിറ്റബിൾസിൻ്റെ കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസിലേക്ക് നേരത്തെ ഇച്ചിരി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഈ സമയത്ത് ആ റവയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഞാൻ ഈ സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിടുമ്പോൾ വളരെ സൂക്ഷിച്ചിടണം കേട്ടോ, കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കുറച്ച് പഞ്ചസാരയാണ്, വളരെ കുറച്ച് പഞ്ചസാര, ഒരു ടീസ്പൂൺ പഞ്ചസാര, അത്രയും മതി. 1 കപ്പിന് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഇപ്പോൾ ഇളക്കുക. അതെല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, നെയ്യ് ചേർത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് കാണും, അത്രയേ ഉള്ളൂ. അപ്പോൾ നെയ്യ് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ മാത്രം ചേർക്കുക. അപ്പോൾ ഇതൊക്കെ വറുക്കുന്ന സമയത്ത് അടുത്ത സ്റ്റൗവിൽ ഞാൻ വെള്ളം തിളപ്പിക്കുന്നുണ്ടായിരുന്നേ. നല്ല പോലെ തിളച്ച വെള്ളമാണ് പിന്നെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എത്രയാണെന്ന് വെച്ചാൽ ഞാനിവിടെ 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളമാണ് തിളപ്പിച്ചെടുത്തിട്ടുള്ളത്.
അപ്പോൾ ഇത് കുഴഞ്ഞു പോകുമെന്ന് പേടിയുള്ളവർക്ക് 2 കപ്പ് എടുക്കണ്ട, ഒരു 1.25 കപ്പോളം വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിച്ചെടുത്താൽ മതി. ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് തിളപ്പിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ആ വെള്ളം ഒഴിച്ചു കൊടുത്ത ഉടനെ നമ്മൾ ഇളക്കണം, കൈവിടാതെ നമ്മൾ ഇളക്കവും വേണം. അതുമാതിരി ഫ്ലെയിം നമ്മൾ മീഡിയത്തിൽ നിന്നും താഴോട്ടാക്കി വെക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫ്ലെയിം താഴ്ത്തി വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കുക. നല്ല പോലെ ഇങ്ങനെ ഫ്ലെയിം സ്പാറ്റില വെച്ചിട്ട് എല്ലാ ഭാഗവും ഇങ്ങനെ കട്ടയില്ലാതെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി, തീരെ കട്ട പിടിക്കത്തില്ല. ഇനി നമ്മൾ ആ ലോ ഫ്ലെയിമിൽ തന്നെ ഒരു 3 മിനിറ്റ് നേരം ഒന്ന് മൂടി വെക്കുക. അപ്പം കുറച്ചുകൂടെ ആവി അതിൻ്റെ ഉള്ളിൽ തിങ്ങി നിൽക്കും. അപ്പോൾ ഉപ്പുമാവ് റവ ഒന്നുകൂടെ സോഫ്റ്റ് ആകുക ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം മൂടി വെക്കാൻ മറന്നു പോകരുത്, ലോ ഫ്ലെയിമിലാക്കിയിട്ട്. ഇനി നമുക്ക് നല്ല പോലെ ഒന്നുകൂടെ ചിക്കി ഇങ്ങനെ ഇളക്കിയെടുക്കണം കേട്ടോ. ഇതെത്ര നേരം സൂക്ഷിച്ച് വെച്ചാലും നമുക്ക് ഇതേ സോഫ്റ്റ്നെസ്സിൽ കിട്ടും. പലർക്കും കട്ടയായിട്ടുള്ള ഉപ്പുമാവ് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. ഇനി ഞാൻ കുറച്ച് തേങ്ങ ചിരവിയതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ തേങ്ങയുടെ ടേസ്റ്റും കൂടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് കഴിച്ചോളുമല്ലോ. അപ്പോൾ ഇത് കഴിക്കാൻ ഇനി വേറെ പഴമോ കറികളോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇനി ആ തേങ്ങയും കൂടെ ഇട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ വളരെ രുചികരമായിട്ടുള്ള റവ ഉപ്പുമാവ് തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടല്ലോ, ഒട്ടും കട്ടകൾ കിട്ടിയിട്ടില്ല, അതുപോലെ കുഴഞ്ഞു പോയിട്ടില്ല. നല്ല പൊടിയായിട്ടുള്ള റവ ഉപ്പുമാവാണ് ഇവിടെ തയ്യാറായിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.